ഹലോ ഗൈസ്, നിങ്ങൾ ഈ ട്രെയിലർ റിയാക്ഷൻ കാണുന്നതിന് മുമ്പായിട്ട് നമ്മുടെ അവതാർ റിലീസായിട്ട് അവതാർ 3ൻ്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബുക്ക് ചെയ്യാനുള്ളവരൊക്കെ പോയി ഇപ്പോൾ ബുക്ക് ചെയ്തോട്ടോ. ടിക്കറ്റൊക്കെ ഫില്ലിങ് ഫാസ്റ്റാണ്. എനിക്ക് തോന്നുന്നു PVR, ഫോർമാൾ PVR, ലുലു PVR ഒക്കെയാണ് ഓപ്പൺ ആയിക്കണേ. പിന്നെ സൈൻ പോളിസ് ഓൾറെഡി IMAX ഓപ്പൺ ആയിട്ടുണ്ട്. ഒരാൾക്ക് 900 വന്ന മോനെ. അപ്പോൾ കാണണം, IMAX കാണണം എന്നുള്ളവർക്ക് അത് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ PX ബുക്ക് ചെയ്താലും മതി. നിലവിൽ ഈ സംഭവം ഓപ്പൺ ആയിട്ടുണ്ട്. ബാക്കിയുള്ള തിയേറ്ററൊക്കെ പയ്യെ ഓപ്പൺ ആവുമെന്ന് തോന്നുന്നു. അപ്പോൾ അത് ചെയ്യാട്ടോ. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ ബബ്ബയുടെ ട്രെയിലർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ വന്നതാണ്, ഇന്നലെ കണ്ടില്ല. കാരണം 6 ഇഞ്ച് സ്ക്രീനിൽ കാണാനുള്ള ഒരു ഇതില്ല. അതുകൊണ്ട് ഇത്തിരി വൈഡായിട്ടിരുന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ട്രിപ്പിൻ്റെ സ്പീക്കർ ഒന്ന് കണക്ട് ചെയ്തിട്ട് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. എനിവേ ലൈറ്റ് ഒന്നിട്ടോട്ടെ. യെസ്, നമ്മളിപ്പോൾ അതേ ഈ ഒരു TV പ്ലേ ചെയ്യാൻ പോകണം കേട്ടോ. ഇത് മോട്ടറോളയുടെ TV ആണ്. മോട്ടറോളയുടെ TV. നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഞാനതൊന്ന് ഓണാക്കട്ടെ. എൻ്റെ ബ്ലൂടൂത്ത് ഇതിൽ കണക്റ്റ് ആവും. ഞാനത് ഡിസ്കണക്റ്റ് ചെയ്യട്ടെ കേട്ടോ. ഡിസ്കണക്റ്റ് ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഓണാക്കാം. യെസ്, മോട്ടറോളോ. നിങ്ങൾ ബഡ്ജറ്റായിട്ടൊരു TV നോക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു സാധനം കേട്ടോ. ഇത് 43 ഇഞ്ചാണ്, ഇതിൻ്റെ 55 ഇഞ്ചുണ്ട്. ഇതെനിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് 20 രൂപയ്ക്ക് QLED സാധനം കേട്ടോ. QLED ആണ് ഈ TV വരുന്നത്. QLED 4K 20 രൂപയ്ക്ക് കിട്ടി. കൊള്ളാം, നൈസ്. 40 വാട്ടിൻ്റെ സൗണ്ടൊക്കെ ഉണ്ട്. സൗണ്ട് എന്ന് പറയുമ്പോൾ അത്ര വലിയ ഗുമ്മെന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഇറ്റ്സ് വർത്ത്. ഈ ഒരു 20 രൂപയ്ക്ക് ഇത് വർത്താണ് ഈ TV. ഗൂഗിൾ TV ആണ്. ഇറ്റ്സ് ഗുഡ്. ഞാനിതിൽ ഈ ഒരു ട്രിപ്പിൻ്റെ സ്പീക്കർ കണക്ട് ചെയ്തത് ഇത് ഇത്തിരി കൂടി ബാസ് ബൂസ്റ്റഡ് ആയിട്ടുള്ള സ്പീക്കറാണ്. ഇതിൻ്റെ TVയുടെ അത് വരുന്നതെന്ന് പറഞ്ഞാൽ അത്രയും ഗുമ്മായിട്ട് തോന്നിയിട്ടില്ല. ബീറ്റിംഗ് ഇല്ല, ബട്ട് സൗണ്ട് ഓക്കെയാണ്. ബട്ട് എന്ന് പറഞ്ഞാൽ ഒരു പഞ്ച് കിട്ടും. നമുക്കിനി അതിനു മുമ്പ് നമ്മളത് സ്കിപ്പ് സർവേ ഒക്കെ ഉണ്ട്. എന്തൊക്കെയാണ് വരുന്നത്? അതിനുണ്ട് HD, ഫുൾ HD സെറ്റിങ്സ് ഫുള്ളാണ്. ഇറ്റ്സ് ഫുൾ. ഓക്കെ, ഇനിയാണ് നമ്മൾ പ്ലേ ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് പ്ലേ. നമസ്കാരം, നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാം. കാരണം ഇപ്പൊ ഈ നാട്ടിലെ മുഖ്യ മൂല്യങ്ങൾ എന്റെ മുഖചിത്രമാണ്. നമ്മളൊന്നും തല പിടിച്ചു നമ്മളിങ്ങനെ തണ്ണിമത്ത കെട്ടി. I will take you to the miraculous universe of the most wanted person in a certain form. വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം. എന്ത് സാധാരണക്കാരൻ? അതാരി സാധാരണക്കാരൻ. അതിപ്പോ പറയാൻ കഴിയില്ല. ജനങ്ങൾ മുഴുവനും നിനക്ക് വേണ്ടി ആർക്കുളിക്കണം. എല്ലാവരുടെയും കണ്ണുകൾ മിന്നി തിളങ്ങുന്നു. ഇതവന്റെ ഒടുക്കത്തെ കളിയാ. ഇതോടെ അവന്റെ ഷോയ്ക്ക് ഞാൻ കാത്തിടും. അതായിരുന്നു ഞാൻ കാത്തിരുന്ന എന്റെ കംബാക്ക് മൊമെന്റ്. അണ്ണം വന്നാച്ച്. എൻ്റെ മോനെ. ഇത് പൊരിക്കും. എൻ്റെ മോനെ, കിണ്ണം കാച്ചി ട്രെയിലർ. ഒരു രക്ഷയില്ല. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന റെഫറൻസ് ഉണ്ടല്ലോ, തിയേറ്ററിൽ കയ്യടിയുടെ അല്ലെങ്കിൽ
ആ ഒരു ആംബിയൻസ് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന റെഫറൻസുകളാണ് ആ CID മൂസിലെ കാറ്. പിന്നെ അതിനുശേഷം പറയാനുള്ളതാണെങ്കിൽ ദിലീപിൻ്റെ ഒരു കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അത്ര ഇതെല്ലാം ഏറ്റവും ഹൈലൈറ്റ് നമ്മുടെ ലാലേട്ടൻ ഇതിൻ്റെ അകത്തുണ്ട് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ചെറിയൊരു സീനൊക്കെ ആയിരിക്കും, പക്ഷേ ഉള്ളത് തീപ്പൊരു സാധനമാണ് എന്ന് ട്രെയിലറിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. പിന്നെ ഉള്ളത് CID മൂസിലെ കാറ് പറഞ്ഞു. പിന്നെ ഉള്ളത് മുകുന്ദനുണ്ണി, അതായത് 2 മുകുന്ദനുണ്ണി, മെയിനായിട്ട് മീശ മാധവല്ല സലീം കുമാർ അവതരിപ്പിച്ച് നല്ല ഐക്കോണിക് ലോയർ ക്യാരക്ടറായിട്ടുള്ള മുകുന്ദനുണ്ണി. ആ മുകുന്ദനുണ്ണിനെ വെച്ചിട്ടാണ് നമ്മൾ ഡാർക്ക് കോമഡി സിനിമയായിട്ടുള്ള മുകുന്ദനുണ്ണി അസോസിയേറ്റ് എന്ന് പറഞ്ഞ മൂവി ചെയ്തത്. വിനീത് ശ്രീനിവാസൻ്റെ ആ ഒരു ക്യാരക്ടർ കെമിയോ അതിനകത്ത് പറയുന്നുണ്ട് ഒറിജിനൽ മുകുന്ദനുണ്ണി എന്ന്. അതൊക്കെ ഒരു ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അത്. പിന്നെ ആ ഒരു ഐക്കോണിക് സ്റ്റൈൽ, സോഡ പൊട്ടിക്കുന്ന സ്റ്റൈൽ, മീശമാധാനുള്ള ആ സെയിം സംഭവം ഇതിൻ്റെ അകത്ത് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നു. വാ സൂപ്പർ. പിന്നെ ഉള്ളത് ലാലേട്ടൻ്റെ അഴിഞ്ഞാട്ടമാണെന്നാണ് തോന്നുന്നത്. ആ ഒരു സംഭവം ഉണ്ട് തിയേറ്ററിൽ കാണുമ്പം പൊള്ളിയായിരിക്കും. എന്തായാലും 18-ാം തീയതി ലോക്ക്ഡൗണ്. ബുക്കിംഗ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയൊക്കെയാണ്. എന്തായാലും പടം പൊളിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. എനിവേ അറിയില്ല എന്തായിരിക്കും എന്നുള്ള കഥ എന്തായിരിക്കും എന്ന് അറിയത്തില്ല. ഈ 1 സംതിങ് ആണ്, 1.50 മിനിറ്റ് അങ്ങോട്ടല്ലേ ഉള്ളൂ. അത്രയും ഇതിലുള്ള ഒരു ട്രെയിലർ വെച്ചിട്ട് നമുക്ക് ആ പടത്തിന് ഫുൾ വിലയിരുത്താൻ പറ്റില്ല. ചിലപ്പോൾ ആ സിനിമയിൽ നല്ലൊരു മാസ് എലമെൻസ് ആയിരിക്കും ആ ട്രെയിലർ ഇട്ടുണ്ടാവുക. ഐ ഡോണ്ട് നോ. പിന്നെ പറയാനുള്ളത് ദിലീപേട്ടൻ ലാലേട്ടൻ കൂടി പോകുന്ന ആ ബൈക്കിലൊരു ചെറിയ സീൻ, ആ കാറിലെ സീൻ, അവർ ഡാൻസിങ് ചെയ്യുന്ന സീൻ, വാ 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 സൂപ്പർ സൂപ്പർ സൂപ്പർ. ഗോപി സുന്ദറാണ് എൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. കൊള്ളാം, എല്ലാ ഭാഗവും അടിപൊളിയായിട്ട് സൂപ്പർ. എന്തായാലും എക്സൈറ്റഡ് ആണ്. 18-ാം തീയതി ബബ്ബു വരുന്നു, 19-ാം തീയതി അവതാർ വരുന്നു. ഈ മാസം മൊത്തം സിനിമയുടെ ജാഗ്രതയായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും പോയി കാണുക കേട്ടോ. അപ്പോൾ ഇനി സിനിമയുടെ ശേഷം ബാക്കി.